പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഈ മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനങ്ങൾ യേശു ക്രിസ്തുവിനെ ദൈവം നമ്മുടെ രക്ഷകനായി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മിശിഹായി ഉയർത്തി, ക്രിസ്തുവായി ഉയർത്തിയിരിക്കുന്നു. ആ ക്രിസ്തുവിലേക്ക് നോക്കി നമ്മൾ യാത്ര ചെയ്യണം. നമ്മുടെ വഴികളും നമ്മുടെ ചിന്തകളും അല്ല ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ ചിന്തകളും. നാം ദൈവത്തിൻ്റെ വഴിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് രമ്യതപ്പെടാൻ ദൈവവുമായിട്ട് അങ്ങനെ ദൈവം കൽപ്പിക്കുന്നു. ദൈവം നീതി പ്രവർത്തിക്കുക, നന്മ ചെയ്യാൻ ശീലിക്കുക, അനാഥർക്ക് നീതി പാലിക്കുക, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നാൽ ദൈവം നമ്മളെ രക്ഷിക്കും. ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നയിക്കാം. ശാശ്വതമായ ഒരു സ്മാരക ശിലയായിരിക്കും നമ്മൾ എന്നെല്ലാം നമ്മൾ കേട്ടുകഴിഞ്ഞു. നമുക്ക് ഒരു വചനവും കൂടി ഇന്ന് നമുക്ക് ചിന്തിക്കാം. അത് യെശയ്യാപ്രവചനത്തിൽ നിന്ന് തന്നെയുള്ളതാണ്. 11-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആ വചനത്തെ സ്വീകരിക്കാം. നമുക്ക് അങ്ങനെ കണ്ണുകളടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാകാൻ വേദനാഥനേ നിൻ്റെ ജ്ഞാനം നൽകുകയും. കാരുണ്യവാനായ കർത്താവേ, ഈ വേദപുസ്തക വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുന്ന അനുഭവമായി മാറുവാൻ, നീതി പ്രവർത്തിക്കുന്ന അവസ്ഥയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഒത്തിരി അനുഗ്രഹം അവിടുന്ന് ചൊരിയണമേ. എല്ലാറ്റിലുപരിയായി ഈ വചനം ഗ്രഹിക്കുവാനുള്ള കൃപ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് മക്കളുടെ ചെവികളിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ശുശ്രൂഷ പ്രാർത്ഥനയോടെ ശ്രവിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയുന്നു, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവിടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയമുള്ളവരെ, യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ തിരുവചനങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. പ്രിയമുള്ളവരെ, ഈശായുടെ കുറ്റിയിൽ നിന്ന്, ജസ്സ എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ അപ്പൻ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അതെ, ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിലാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു ജനിച്ചതെന്ന് അതിൻ്റെ വംശാവലിയിൽ നമ്മൾ വായിക്കുന്നു. ദാവീദിൻ്റെ പുത്രനായിട്ടാണ് യേശു ക്രിസ്തുവിനെ അറിയുന്നത്.
ഒരു ബർത്തിമേസ് എന്ന അന്ധയാചകൻ പോലും യേശുക്രിസ്തുവിനെ വിളിച്ചത് അങ്ങനെയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ഏതൊക്കെ വിധത്തിലുള്ള ആത്മാവ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിച്ച് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈ നന്മകളെല്ലാം യേശുക്രിസ്തുവിൽ ഉള്ളതുപോലെ തന്നെ നമ്മളിലേക്കും ചേർന്ന് വരുമെന്നുള്ളതാണല്ലോ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ വചനം അനേക പ്രാവശ്യം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നില്ലേ? ക്രിസ്തുവിലുള്ള എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്തൊക്കെ വരുന്നത്? ജ്ഞാനത്തിൻ്റെ ആത്മാവ്. നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടും. ദൈവാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇവിടെ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. നമ്മളൊക്കെ വിധിക്കുന്നത് അങ്ങനെയാ. അത് ഞാൻ കണ്ടു, തെറ്റേതാണ് ശരി ഏതാണ് സാഹചര്യം എന്താണ് ഒന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. കാഴ്ചയിൽ തെളിവ് നമ്മൾ വിധി നടത്തും, കേട്ടു ചെവി കൊണ്ട് വിധി നടത്തും. സാഹചര്യങ്ങൾ, അതിൻ്റെ സന്ദർഭങ്ങൾ ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനും അങ്ങനെയല്ല. അവൻ നേരായ രീതിയിൽ ജ്ഞാനം കൊണ്ടാണ് വിധി നടത്തുന്നത്. ജ്ഞാനം കൊണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ശലോമോൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ? ശലോമോൻ തന്നെ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ എന്ത് വരമാണ് ചോദിച്ചത് നമുക്കറിയാം. ഈ ജനത്തെ ന്യായപാലനം നടത്തുവാനുള്ള ജ്ഞാനം തരണമേ എന്നാണ് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. ജ്ഞാനം വളരെ പ്രധാന ഘടകമാണ്. ഇപ്പോൾ ശലോമോൻ്റെ കഥയിൽ നമ്മൾ വായിക്കുന്നില്ലേ? ഒരു കുഞ്ഞിന് 2 അമ്മമാർ ഉടമസ്ഥാവകാശം പറഞ്ഞു വന്നപ്പോൾ എങ്ങനെയാണ് ശലോമോൻ ജ്ഞാനം പ്രവർത്തിച്ചത്? കണ്ണുകൊണ്ട് കണ്ടോ ചെവി കൊണ്ട് കേട്ടോ അല്ല, ജ്ഞാനം കൊണ്ടാണ് യഥാർത്ഥ അമ്മയെ തിരിച്ചറിഞ്ഞത്. പടയാളികളോട് വാള് കൊണ്ടുവരാൻ പറഞ്ഞു. കുഞ്ഞ് 2ആയി വെട്ടി പങ്കിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ 2 സ്ത്രീയിൽ ഒരു സ്ത്രീ പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു, ആർക്കും വേണ്ടാത്ത രീതിയിൽ. അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, എനിക്കില്ലെങ്കിലും അവൾക്ക് കൊടുത്താക്കാൻ പറഞ്ഞു. ശലോമോൻ ദൈവിക ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി ഈ കൊന്നുകളയേണ്ട, അവൾക്ക് കൊടുത്തേരെ എന്ന് പറഞ്ഞ സ്ത്രീയാണ് യഥാർത്ഥ അമ്മയെന്ന്. ഒരമ്മയ്ക്ക് അല്ലാതെ അങ്ങനെ പറയാൻ പറ്റില്ല. മറ്റവൾ അമ്മയല്ലായിരുന്നു. അപ്പോൾ ആ വിഷയത്തെ ശലോമോൻ കൈകാര്യം ചെയ്തത് പ്രിയമുള്ളവരെ ജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് കൊരിന്തോസ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 6 ചോദിക്കുന്നത്, നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ജ്ഞാനിയില്ലയോ, ഒരു വിശുദ്ധനില്ലയോ എന്ന് ചോദിക്കുന്നത്. ജ്ഞാനം കൊണ്ട് അവൻ വിധി നടത്തുകയുള്ളൂ. ഒന്നാമത്തെ ഗുണം അതാണ്. നിരപരാധികളുടെ രക്തം ജീവിതത്തിൽ സ്പർശിക്കൂല. നിരപരാധികളുടെ പാപവും ശാപവും, നിരപരാധികളോട് അനീതി ചെയ്തതിൻ്റെ, അധർമ്മം ചെയ്തതിൻ്റെ യാതൊരു പങ്കും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് ലഭിക്കില്ല. കാരണം അവൻ ഒരു കാഴ്ചപ്പാടിലല്ല വിധി, ജ്ഞാനത്താലാണ്. ദൈവിക ജ്ഞാനം അവന് കൊടുക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ അഭിഭാഷകനാണ്. എന്തു പറയണം, എങ്ങനെ പറയണമെന്ന് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. അധികാരികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാം ഓർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആ ഭാഗത്തേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചന ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ കേൾക്കാൻ പ്രിയമുള്ളവർ. അപ്പോൾ ഒന്ന്,
ജ്ഞാനത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിനെ രക്ഷകനെന്ന നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളുടെ മേൽ വ്യാപരിക്കും. 2, വിവേകത്തിൻ്റെ ആത്മാവ്. വിവേകം, എങ്ങനെ പെരുമാറണം, എവിടെ പെരുമാറണം, ആരോട് എങ്ങനെയൊക്കെ എന്നുള്ള ആ വിവേകവും പക്വതയും ക്രിസ്തുവിനെ രക്ഷകനെന്ന നാഥനുമായി സ്വീകരിച്ചവർക്ക് ലഭിക്കും. 3, എന്താ പറയുന്നത്, ആ ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. മറ്റുള്ളവരെ നല്ലത് പറഞ്ഞ് ഉപദേശിക്കുവാനുള്ള ആത്മവരം കിട്ടും. അത് ശക്തിയോടെ പറയുവാൻ, നല്ല ബലത്തോടെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെന്തെങ്കിലും കാണിക്ക് എന്ന് പറഞ്ഞു പോകുന്ന ഒരു ഉപദേശമല്ല. ആ ഉപദേശം കേട്ടാൽ പിന്നെ അവിടെ പാപമില്ല, ശക്തമാണത്. അങ്ങനത്തെ ഒരു ഉപദേശത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ളവരുടെ ഉള്ളിൽ കുടികൊള്ളും. അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ഒരു സഹോദരിയുടെ ഒരിക്കൽ ഒരു സാക്ഷ്യം കേട്ടു. അവർ ആശാമ്പള്ളിക്കുടത്തിൽ പോലും പോയിട്ടില്ല. അന്ന് ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ 10-25 കൊല്ലം മുമ്പാണ്. അവർ ഒരു അച്ഛന്മാരുടെ ഒരു ആശ്രമത്തിൽ ഭക്ഷണം ഉണ്ടാക്കലാണ് അവരുടെ ജോലി. ഒരു ധ്യാന കേന്ദ്രവും കൂടി ചേർന്ന സ്ഥലത്ത്. അവർ സുവിശേഷ പ്രസംഗം കൂടിയാണ്. ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു അംഗൻവാടി പോലും പോകാത്ത, സ്കൂളിൻ്റെ പടി കാണാത്ത ഒരു സ്ത്രീ അമേരിക്കയിൽ വരെ പോയി നാക്കമ്പറമ്പിലച്ഛൻ്റെ ഒക്കെ കൂടെ വചന ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ടെന്നാണ് അവരുടെ സാക്ഷ്യം പറയുന്നത്. അറിവിൻ്റെ ആത്മാവ്, വിദ്യാഭ്യാസത്തിനേക്കാളൊക്കെ അപ്പുറത്ത് മുക്കുവന്മാരിൽ പ്രവർത്തിച്ച ആത്മാവ്. ഇവര് അക്ഷരജ്ഞാനികളോ ജ്ഞാനമുള്ളവരല്ലല്ലോ, ഇവർ മീൻപിടുത്തക്കാരായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അതിശയിക്കുന്ന തരത്തിലുള്ള ആ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന നാഥനുമായി സ്വീകരിക്കുന്നവർക്ക് കിട്ടും. അവിടെ നീ പള്ളിക്കൂടത്തിൽ പഠിച്ചില്ല, നീ തോറ്റുപോയി, വേണ്ടവണ്ണം എനിക്ക് സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല, എൻ്റെ പണി ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് നീ നിലവിളിക്കൊന്നും വേണ്ട, നീ കള്ളു കുടിക്കണ്ട. നീ ക്രിസ്തുവിലേക്ക് വാ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. നിന്നെ ഒരുപാട് ഉയർത്തും, നിന്നെ ഒരുപാട് അറിവിൻ്റെ തലങ്ങളിലേക്ക് ക്രിസ്തു നയിക്കും. അവൻ ഭക്തിയിൽ ആനന്ദം കൊള്ളും, ഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നവൻ. അല്ലാതെ ഇന്നത്തെ പോലെ വീടിനകത്തിരുന്നിട്ട് ഗേറ്റിൻ്റെ അകത്ത് വന്നപ്പോൾ ബെല്ലടിച്ചവനെ നോക്കി ക്യാമറയിലൂടെ ദരിദ്രനാണെന്ന് കണ്ടു, ഭിക്ഷക്കാരനാണെന്ന് കണ്ടു, ഗേറ്റ് തുറന്നില്ല. ഉള്ളവനെയും വലിയവനെയും മാത്രമേ ഗേറ്റിനകത്തേക്ക് കയറ്റുന്നുള്ള മനോഭാവമല്ല. ദരിദ്രനോടും പറയും കയറി വരിക. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവൻ അവൻ്റെ ഗേറ്റിൽ പട്ടിയുടെ തല വരച്ചു വെക്കില്ല, നായയുണ്ട് സൂക്ഷിക്കാൻ എഴുതി വെക്കില്ല. കാരണം അവൻ്റെ ഭവനം ഏത് ദരിദ്രനുമായി തുറക്കപ്പെടും. ഏത് യാചകനും അവൻ്റെ മുമ്പിൽ വന്ന് ധൈര്യത്തോടെ വിളിക്കാൻ പറ്റും. അച്ഛ, അമ്മേ, വല്ലതും തരണേന്നല്ല, അവകാശത്തോടെ എനിക്കെന്നെ കാര്യസാധ്യമുണ്ട്, എനിക്കെന്നത് ആവശ്യമുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം കൊടുക്കും അവനോട്. അവന് നമ്മുടെ മുമ്പിൽ വന്ന് പറയാനുള്ള ധൈര്യം കൊടുക്കും. ക്രിസ്തു ഉള്ളവൻ അങ്ങനെയാണ്. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ, ധർമ്മം എന്ന് പറഞ്ഞാൽ നീതി, എന്തെങ്കിലും പിച്ചക്കാശ് കൊടുക്കണമല്ലോ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ധർമ്മക്കാരൻ ധർമ്മം കൊടുത്തു, അതല്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ നീതി, കടപ്പാട്, ഉത്തരവാദിത്വം. ആ ദൈവികമായിട്ടുള്ള കടപ്പാടോടുകൂടെ, ദൈവികമായിട്ടുള്ള ഉത്തരവാദിത്തോടുകൂടെ ദരിദ്രരോട് പോലും അവൻ അങ്ങനെ ഇടപെടുകയുള്ളൂ. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട്, തോക്കും വാളും വടിയെടുത്തിട്ടല്ല. അവൻ്റെ സ്വരം കേട്ടാൽ മതി. ആജ്ഞ, അവൻ കൽപ്പിക്കണത്.
അവൻ്റെ വായിലെ ശബ്ദം കേട്ടാൽ മതി, കിടുകിട പറക്കും, ഭൂമി പ്രകമ്പനം കൊള്ളും. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യെരൂശലേം പരസ്യ ജീവിതകാലത്ത് യെരൂശലേം ദേവാലയത്തിൽ ആടിനെ വിൽക്കുന്നവരും പ്രാവിനെ വിൽക്കുന്നവരും അനീതി പ്രവർത്തിച്ചിരുന്ന എല്ലാവരും ഓടിയില്ലേ? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ഒറ്റ ശബ്ദത്താൽ, ആജ്ഞാസ്വരത്താൽ, ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രകരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയാണോ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമ്മൾ ദൈവത്തിന് തിരിച്ച് ദശാംശം പോലെ പണമൊക്കെ കൊടുക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ആണോ നമ്മൾ പ്രവർത്തിക്കുന്നതും കൂടി മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിച്ചതുപോലെയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അന്ന് നിങ്ങളിൽ പലരും നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ബഹിഷ്കരിച്ചു, നിങ്ങൾ എൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ നടത്തിയെന്ന് പറയും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ വാക്യങ്ങൾ പ്രിയമുള്ളവർ നിങ്ങൾ വായിക്കണം. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവർ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന തിരുവചനം കേൾക്കാൻ ഇടയാകാതെ പ്രിയമുള്ളവരെ, നീതി പ്രവർത്തിക്കുന്നവരെ, ഇതാ നിനക്കായി ഞാൻ എൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്ന ശബ്ദം കേൾക്കാൻ പ്രിയമുള്ളവരെ മുന്നോട്ട് വരിക. ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പടുത്തുയർത്തേണ്ടതല്ലേ, നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതല്ലേ എന്ന് പരിശോധിക്കുക. വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് ദൈവസന്നിധിയിലേക്ക് വരിക. മുൻപ് ദിവസത്തിൽ നിങ്ങൾ കേട്ടല്ലോ, ഞാൻ നിങ്ങളുടെ പാപം എത്ര കടുഞ്ചുവപ്പാണെങ്കിലും അത് പഞ്ഞി പോലെ നിർമ്മലമായി തീരും, രക്താംബര വർണ്ണമാണെങ്കിലും അത് ഹിമം പോലെ വെളുക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, തിരിച്ചറിയുക, ദൈവം നമ്മളെല്ലാവരെയും ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിശുദ്ധീകരിക്കട്ടെ. ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ചിലർ കല്ലുകൊണ്ട് പണിയുന്നു, ചിലർ തടി കൊണ്ട് പണിയുന്നു, ചിലർ പുല്ലുകൊണ്ട് വൈക്കോൽ കൊണ്ട് പണിയുന്നു, ചിലർ സ്വർണം കൊണ്ട് പണിയുന്നു, ചിലർ വെള്ളി കൊണ്ട് പണിയുന്നു. എന്നാൽ ഏവരുടെയും പണി അഗ്നിയിൽ വെളിപ്പെടുമെന്ന്. അഗ്നി വരുന്ന ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ഭൂമിയിലെ മൂലപദാർത്ഥങ്ങളും കത്തിച്ചാമ്പലാകുകയും ചെയ്യുന്ന ആ ദിനത്തിൽ നമ്മുടെ ഏത് വിധത്തിലുള്ള പണിയാണ് നിലനിൽക്കുന്നതെന്ന് പരിശോധിച്ചുകൊണ്ട് നിലനിൽക്കുന്ന പണിക്ക്, ശാശ്വതമായ സ്മാരകമാകുന്ന പണിക്ക് എല്ലാവരും തങ്ങളെ തന്നെ സമർപ്പിക്കുക. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളോടല്ല ചെയ്യുന്ന ഈ വചനങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്ന തിരുവചനത്തെ ഓർക്കാൻ കർത്താവെ കൃപ നൽകണമേ. നന്മകളാൽ നിറയ്ക്കണമേ, ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട മക്കൾ, നാഥ നിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ അവർക്കാവശ്യമായ എല്ലാ നൽവരങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ നീ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ
നീ വാലല്ല തലയായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിൻ്റെ അവിടുത്തെ കൃപ യേശുവേ, നിങ്ങളുടെ സ്നേഹം ഈ മക്കൾക്കെല്ലാം ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിവിധികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം തന്നെ ഈ ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ക്രമീകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകുക. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ പ്രേക്ഷിതരായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള നടക്കുന്ന ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുവാനും അതിന് വേണ്ട ക്രമീകരണങ്ങൾ മുൻകൂട്ടി നിങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ധ്യാനം ബുക്ക് ചെയ്യുവാൻ മറക്കരുത്. എല്ലാവരും ഏറെ അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ, അങ്ങനെ സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മുടെ കർത്താവ് നമ്മളവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അതതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളിലൂടെ സാധ്യമാകണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഈ ഭൂമി നന്മയും കരുണയും കരുതലും കൊണ്ട് നിറഞ്ഞ് ക്രമീകരിക്കത്തക്കവണ്ണം, പൂർണ്ണമാകത്തക്കവണ്ണം നമ്മളിലൂടെ ദൈവം സാധ്യമാക്കി തീർക്കട്ടെ. എല്ലാ നാമങ്ങളും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങാൻ തക്കവണ്ണം, യേശുവിനെ അത്രമാത്രം ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയ നമ്മുടെ പിതാവായ ദൈവത്തോടുള്ള സ്നേഹവും നമ്മളെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനോടുള്ള സംബന്ധവും സഹവാസവും നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും ഇന്നും എന്നും എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.